യൂറോപ്യന്മാരുടെ വരവ്. ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനമാണ്. ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം നടത്തിയത് കൊളംബസ് ആണ്. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശികൾ അറബികളാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. AD 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ഇത് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കച്ചവട ബന്ധത്തെ തടസ്സപ്പെടുത്തി. ഈ ഒരു പശ്ചാത്തലത്തിൽ യൂറോപ്യന്മാർക്ക് കടൽ മാർഗം ഇന്ത്യയിലേക്കുള്ള ഒരു വാണിജ്യപാത കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇനി ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശികളാണ് ഡച്ചുകാർ. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം നോക്കാം. അതിലൊന്നാമത്തായിട്ട് ഇവിടെ ആധിപത്യം സ്ഥാപിച്ചത് പോർച്ചുഗീസുകാർ, പിന്നെ ഡച്ചുകാർ, പിന്നെ ബ്രിട്ടീഷുകാർ, ഏറ്റവും ലാസ്റ്റ് ഫ്രഞ്ചുകാർ. ഏതു നൂറ്റാണ്ടിലാണ് യൂറോപ്യർ വ്യാപാരത്തിനായിട്ട് കേരള തീരത്തെത്തുന്നത്? 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് യൂറോപ്യർ വ്യാപാരത്തിനായിട്ട് കേരള തീരത്ത് എത്തുന്നത്. അടുത്തത് പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ്. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരും നെതർലൻഡുകാരുമാണ്. വെള്ളക്കാർ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരാണ്. യവനർ എന്നറിയപ്പെടുന്നത് ഗ്രീക്കുകാരാണ്. ഷീമക്കാർ എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷുകാരാണ്.